ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോയിൽ നമ്മൾ തുളസിയിലെ പറ്റിയാണ് പറയാൻ പോണേ. തുളസി പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്, രാമതുളസിയും കൃഷ്ണതുളസിയും. നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. എന്താ വെച്ചാൽ എല്ലാ വീടിന്റെ മുമ്പിൽ തുളസിത്തറ ഉണ്ടോ, അവിടെ തുളസിയിലുണ്ട് അല്ലേ? അത് രാമതുളസി ആയിരിക്കും. രാമതുളസിയും കൃഷ്ണതുളസിയും നമ്മൾ പൂജാകർമ്മങ്ങൾക്കൊക്കെ രാമതുളസിയാണ് ഉപയോഗിക്കുന്നത്. വെളുത്ത തുളസി. ഇവിടെ നമ്മൾ പ്രതിപാദ്യ വിഷയം കൃഷ്ണതുളസി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഷധ ഗുണം കൂടുതലുള്ളത് കൃഷ്ണതുളസിക്കാണ്. ഒസിമം സാങ്ക്ടം എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. എല്ലാ ഇന്ത്യൻ ഭാഷകളിലും പൊതുവെ തുളസി തന്നെയാണ് വിളിക്കുന്നത്, ഇംഗ്ലീഷിലും തുളസി തന്നെയാണ് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിതിന് തിക്ത കടു കഷായ രസങ്ങളാണ്, ലഘു രൂക്ഷ ഗുണമുണ്ട്, ഉഷ്ണവീര്യമാണ്, കടു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ആചാര്യന്മാര് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഒത്തിരി ആയുർവേദ ഔഷധങ്ങളിൽ നിർമ്മാണത്തിന് ഇത് ആവശ്യമാണ്. പിന്നെ നമുക്ക് നിത്യോപയോഗ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി 3 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് ഒസിമം സാങ്ക്ടം, കൃഷ്ണ തുളസി, കറുത്ത തുളസി എന്ന് വേണമെങ്കിൽ വിളിക്കാം മലയാളത്തിൽ. ഓക്കെ, ഇതിന്റെ ഗുണങ്ങൾ, ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് പറയാം. ഇത് നമുക്ക് ആയുർവേദ പ്രോപ്പർട്ടീസ് ഒട്ടനവധി ഉണ്ട് കേട്ടോ, അങ്ങോട്ട് വരാം. അതിനു മുമ്പ് ആധുനിക വൈദ്യം എന്താണ് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള എന്തൊക്കെയാന്ന് നോക്കാം. അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ നമ്മുടെ ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പം ഈ കാർഡിയക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ ഈ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനായിട്ട് ഗുളികകൾ കഴിക്കാറുണ്ട്. ഇത്തരം ഈ തുളസിയുടെ പ്രയോഗങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ, വെറും വയറ്റിലോ തുളസി നിത്യേന പല രീതിയിൽ പ്രയോഗിക്കാം, ഞാൻ പറഞ്ഞുതരാം. ശീലിക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലഡിന് രക്തം കട്ടി പിടിക്കുന്ന ആ പ്രോപ്പർട്ടി കുറഞ്ഞു വരും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ബ്ലഡ് തിന്നിങ്ങിനായിട്ട് ബ്ലഡിന്റെ കട്ടി കുറയുന്നതിനായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കുറഞ്ഞിട്ട് അപകടങ്ങളാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു മുൻകരുതൽ എന്നോണം മറ്റ് ഔഷധങ്ങൾ സേവിക്കുന്നില്ലെങ്കിൽ രക്തത്തിന്റെ ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണോ, ഏതളവിൽ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ വഴി പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, അതൊരു സംഗതി. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ രക്തത്തിനെ ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, കിഡ്നി ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, യൂറിക് ആസിഡിന്റെ ലെവല് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ്, രക്തവാദം പോലുള്ള സംഗതികളിൽ, രോഗാവസ്ഥകളിൽ ഇത് ഫലപ്രദമാണ്. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, കിഡ്നി സ്റ്റോണ്, അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള ഘടകങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. അതൊരു ഘടകം. ഇനി ബ്ലഡ് പ്രഷർ കുറയാൻ സഹായിക്കും. അതെങ്ങനെയാണെന്നറിയോ? ഹൃദയത്തിന്റെ ആ ഹെൽത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടതായ ഘടകങ്ങളുണ്ട്. അതായത് അമിതമായ കൊഴുപ്പ് എവിടെ ഉണ്ടെങ്കിലും ഇവന് ഈ രസഗുണവീര്യഭാവ രീതിയിലല്ലേ, അപ്പൊ നല്ല ദീപന ശക്തിയാണ്. അഗ്നിവാന്തി എവിടെയുണ്ടോ, കൊഴുപ്പ് എവിടെയുണ്ടോ അവൻ അലിയിച്ച് കളയും, ദഹിപ്പിച്ച് കളയും, അറിയാം. അപ്പോൾ നമ്മുടെ ഹൃദയവാൽവുകളിലേക്ക്, ഹൃദയത്തിന്റെ പേശികളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ആ രക്തക്കൊഴലുകൾ അടഞ്ഞു പോവുക എന്നുള്ളൊരു സംഗതി ഇവിടെ സംഭവിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും ആ രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതുകൊണ്ടും അഗ്നിയെ ദീപിപ്പിക്കുന്നതുകൊണ്ടും ആ രക്തചംക്രമണം ശരിയായ രീതിയിൽ നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കുറയുന്നു, ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കിഡ്നി ഈ ഫിൽട്രേഷന് സഹായിക്കുന്നു, അതുകൊണ്ട് കിഡ്നി സ്റ്റോൺ വരാതിരിക്കുന്നു. ഒപ്പം തന്നെ യൂറിക് ആസിഡ് കുറയുന്നു. അപ്പോൾ ഗൗട്ടി ആർത്രൈറ്റിസിനുള്ള സാധ്യത കുറയുന്നു. അത് രക്തവാത സംബന്ധമായ രോഗങ്ങൾ, യൂറിക് ആസിഡ് ലെവൽ കൂടിയിട്ടുണ്ടാകുന്ന വേദനകൾ കുറയുന്നു, സഹായിക്കുന്നു. ഇനി ഏറ്റവും പ്രധാന ഘടകം എന്താണെന്നറിയോ? നമുക്ക് കഫസംബന്ധമായ രോഗങ്ങൾ, ശിരസിനെ ആശ്രയിച്ചുണ്ടാകുന്ന കഫക്കെട്ട്, ചെസ്റ്റിലുള്ള കഫക്കെട്ട്, അല്ലെങ്കിൽ സൈനസൈറ്റിസ്, നോസ് ബ്ലോക്ക്, സെപ്റ്റൽ ഡീവിയേഷൻ, നേസൽ പോളിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുമ്പലും ചീറ്റലൊക്കെ ആയിട്ട് നടക്കണില്ലേ, അത്തരം കഫസംബന്ധമായ വികാരങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് ഈ തുളസിയിലേക്ക് ഗുണമുണ്ട്. ഇനി അതിലും പ്രധാനമായിട്ട് എന്താണെന്നറിയോ? ഇൻഫെക്ഷൻ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ഇൻഫെക്ഷൻ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നത് ഈ ദീപന പാചന പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അതായത് കടു വിഭാഗമാണ്, ലഘു രൂക്ഷ ഗുണമാണ്, ഉഷ്ണവീര്യാണ്, പിന്നെ കഷായ തിക്ത കടു രസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഏത് അവസ്ഥയിലും ഇവൻ തുളച്ച് കയറി പെനിട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും, ദഹിപ്പിച്ച് കളയും, പാചനം വരുത്തും, ദീപനം വരുത്തും. അപ്പൊ നല്ല വിശപ്പുണ്ടാവും, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഒക്കെ പോവും. കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഛർദി, വോമിറ്റിങ്, അത്തരം സംഭവങ്ങൾ, വയറ്റിലുണ്ടാകുന്ന കൃമി, വിര ഒക്കെ നശിക്കുന്നതിനെ സഹായിക്കുന്നു. അതായത് ഇത് ആന്റി ബാക്ടീരിയൽ ഫംഗ്ഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആന്റി വൈറൽ എഫക്റ്റ് ഉണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ജ്വരം, പനി എന്ന് പറയുന്ന അവസ്ഥയിൽ ഇൻഫെക്ഷൻ ഉണ്ടാണല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഈ പനി ഉണ്ടാകുന്ന ഏതവസ്ഥയിലും നിങ്ങൾ ഒരു പിടി തുളസിയില ചതച്ചിട്ടിട്ട് ഒരു കലം വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക. ആ ചണ്ടി അങ്ങോട്ട് അരിച്ചു മാറ്റിയിട്ട് അരയരിച്ച ഗ്ലാസ് ഓരോ മണിക്കൂർ ഇടവിട്ട് നല്ല ചൂടോടെ ഊതി അങ്ങോട്ട് കുടിച്ചു നോക്കിയേ.
ജ്വരത്തിന്റെ പനിയുടെ ആരംഭഘട്ടമാണെങ്കിൽ ഇത് മാത്രം മതി പനി മാറിപ്പോവാൻ. ഈ ജ്വരം എന്ന് പറയുന്നത് നമ്മുടെ രോഗം ശരീരം പ്രകടിപ്പിക്കുന്ന ഒരു രോഗലക്ഷണമാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു രോഗം ബാധിക്കാൻ പോകുന്നുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് പനി. അപ്പൊ ആ ജ്വരം കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് കളയുന്നതിന് ഏറ്റവും ഒന്നാന്തര സംഗതിയിലെ തുളസിയില. അപ്പൊ ഒരു പിടി തുളസിയില ചതച്ചിട്ടിട്ട് ഒരു കാലം വെള്ളം അങ്ങോട്ട് തിളപ്പിച്ച് അത് ആ ഒരു ചെറിയ ക്ഷീണം, പനിക്കോള്, ദേഹം കടച്ചിലും ഒരു തളർച്ചയും ഉന്മേഷമില്ലായ്മയും വിശപ്പില്ലായ്മയും വായിൽ ഇച്ചിരി കയ്പരസം, രുചി അറിയുക, ഇതൊക്കെയാണല്ലോ പനിയുടെ ആരംഭഘട്ടത്തിൽ കാണിക്കുക. ഇത് കാണുമ്പോൾ തന്നെ കേട്ടോ, എന്നാൽ ശരിക്കും പനി ഉഗ്രതരമായി കഴിഞ്ഞാൽ പിന്നെ ഇത് മതിയാവില്ല, മറ്റു ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ആരംഭഘട്ടത്തിൽ ഒരു പിടി തുളസിയില ചതച്ചിട്ട് ഒരു കാലം വെള്ളം തിളപ്പിച്ച് അരിച്ചു മാറ്റി ആ വെള്ളം ചൂടോടെ ഓരോ ഗ്ലാസ്, അര ഗ്ലാസ് വീതം ഓരോ മണിക്കൂർ ഇടവിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒന്ന് വേർത്ത് കഴിയുമ്പോൾ ആ ശരീരത്തിന് ആ ലഘുത്വം ഉണ്ടാകുമ്പോൾ ആ ദീപനപാചന ശക്തിയൊക്കെ വരുമ്പോൾ, ദഹനശക്തി ഉണ്ടാകുമ്പോൾ പനിയൊക്കെ അങ്ങോട്ട് മാറിപ്പോകോളും. അതൊരു സംഗതി. ഇനി ഇതിലും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ അങ്ങനെ പെൻഡിങ് വെച്ചതാ പറയാതെ. എന്താണെന്നറിയോ? ആസ്മ രോഗികൾക്ക് ഉണ്ടാകുന്ന കഫക്കെട്ടില്ല, ആ വലിവും സംഗതിയിൽ ഇവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനും ഉണ്ട്, ഈ ഫ്ലം അക്യുമുലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്, ആ കഫം വർദ്ധിച്ചിട്ടുള്ള ദോഷമുണ്ട്. ഇത് രണ്ടും ശമിപ്പിക്കുന്നതിന് തുളസിയില കേമന. മനസ്സിലായോ? അപ്പൊ തുളസി ചതച്ചിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം. ഇനിയുണ്ട് പ്രയോഗങ്ങൾ, പറയാം, ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പോൾ ശിരസിനെ ആശ്രയിച്ച് കഫം വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളിലും നെഞ്ചിനെ ആശ്രയിച്ച് കഫം വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളിലും കഫക്കെട്ടുകൊണ്ടേ ആസ്മയും ചുമയും ജലദോഷവും നീരൊഴിച്ചൊക്കെ തന്നെ ഇതിനെല്ലാം ശമിപ്പിക്കുന്നതിന് തുളസിയില മതി. പനി ശമിപ്പിക്കുന്നതിന് തുളസിയില മതി. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ബ്ലഡ് പ്രഷർ കുറയാൻ നല്ലതാണ്, അഗ്നിദീപനം ഡൈജസ്റ്റീവ് പവർ ഉണ്ടാവാൻ നല്ലതാണ്, കിഡ്നിയുടെ ആരോഗ്യത്തിന് ആ ഫിൽട്രേഷൻ ശരിക്കും നടക്കുന്നതിന് നല്ലതാണ്, കിഡ്നി സ്റ്റോൺ വരാതിരിക്കുന്നതിന് ഗുണം ചെയ്യും. അതുപോലെ തന്നെ യൂറിക് ആസിഡ് കുറയുന്നതിന് സഹായിക്കുന്നുണ്ട്, അതുവഴി രക്തവാതം കുറയുന്നതിന് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? സന്ധിഗതവാത രോഗങ്ങളല്ല, രക്തവാത രോഗങ്ങൾക്ക് ഇത് എഫക്റ്റീവാണ്. പിന്നെന്താ? ഈ ആന്റിപൈററ്റിക്, അതായത് ജ്വരനാശന സ്വഭാവമുണ്ട്, ആന്റിപൈററ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, നീർക്കെട്ടില്ലാതാക്കും, പനി കുറയ്ക്കും, അനാൾജസിക് പ്രോപ്പർട്ടി, അതായത് വേദന സംഹാരിയാണ്, വേദന ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. എന്തൊക്കെ ഗുണങ്ങളല്ലേ! വെറുതെ അല്ല അത് ഹോളി ലീഫ് എന്ന് പറയുന്നത്, ഹോളി ബേസിൽ ലീഫ് എന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. ആചാര്യന്മാർ പണ്ട് തന്നെ ഉപയോഗിക്കുന്നു. എല്ലാ വീടുകളുടെയും മുന്നിൽ ഒരു തുളസിത്തറയിൽ ഇത് നട്ടുപിടിപ്പിക്കുന്ന ആ ഭാഗത്തെ അണുക്കളേനെയൊക്കെ അണുവ്യക്തമാക്കുന്നതിന് എന്താ വെച്ചാൽ ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട്, ആന്റി വൈറൽ എഫക്റ്റ് ഉണ്ട്, ആന്റി ഫംഗൽ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആ കിഴക്കേ ദിശയിൽ നമ്മൾ വീട് തുറന്നിട്ട് ആ കാറ്റടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ തുളസിയില അതിനെല്ലാം ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഈ വൈറൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നു. മനസ്സിലായോ? ഇതൊന്ന്. ഇനി അടുത്തൊരു കൂട്ടം പറയാം. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രാണികൾ കടിച്ച് അല്ലെങ്കിൽ പഴുതാര കുത്തി അങ്ങനെ ചില കീടദംശനം കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, ആ ചെറിയ കുരുക്കൾ പൊട്ടി വരിക, അതൊക്കെ ഉണ്ടാവല്ലോ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു 4-5 ഇല പൊട്ടിച്ചെടുത്തിട്ട് അത് കുറച്ച് മഞ്ഞൾ, പച്ചമഞ്ഞളും ഒരു 1-2 ഇല കിട്ടുകയാണെങ്കിൽ നന്നായി. തഴുതായ്മയില്ലേ, പുനർന്നവ, തവിഴാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയും തുളസിയുടെ ഇലയും ഇച്ചിരി പച്ചമഞ്ഞളും കൂടെ അരച്ചിട്ട് ഈ കടിവായിൽ അങ്ങോട്ട് പുരട്ടി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നീരും കടച്ചിലും വേദനയും ഒക്കെ മാറിപ്പോകുന്നതിന് സഹായിക്കും. പനിയും വരില്ല. മനസ്സിലായോ? ഇനി ഇത് എങ്ങനെയാ നിത്യേന ശീലിക്കുകയാണെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു 4-5 ഇല വെറുതെ വെറുമായിട്ട് അരച്ചങ്ങോട്ട് കഴിക്കാം. ഇതിനൊരു പ്രശ്നമില്ലോ. ഒരു 5 ഇല മതി, അല്ലെങ്കിൽ മാക്സിമം ഒരു 10 ഇല, അത്രയൊന്നും ആവശ്യമില്ല. ഒരു 5 ഇലയോ 7 ഇലയോ നിങ്ങൾ രാവിലെ കുറേശ്ശെ ചവച്ചരച്ചങ്ങോട്ട് കഴിക്കുക ദിവസേന. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇതുപോലെ നമ്മുടെ ശരീരത്തിന് ഇത്തരം ഗുണങ്ങൾ, ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഓക്കെ, ഇത് നിത്യേന ശീലിച്ചാൽ. ഇനി അത് വേണമെങ്കിൽ നമുക്ക് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തിട്ടേ ഒരു ടീസ്പൂൺ നീര്, തുളസിയില നീരെടുക്കുക, അതിലേക്കൊരു 3-4 തുള്ളി നമുക്ക് ചെറുതേൻ ചേർക്കുക. ചെറുതേനും കൂടി ചേർത്ത് ചാലിച്ച് അതിരാവിലെ അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ദഹനശക്തി ഉണ്ടാവും. വിരശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. ഈ കഫക്കെട്ട് വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അതൊക്കെ മാറുന്നതിന് സാധിക്കും. മനസ്സിലായോ? ഇനി മറ്റൊരു പ്രയോഗമുണ്ട്. അതായത് സ്ഥിരമായിട്ട് ഇങ്ങനെ ശിരസിനെ ആശ്രയിച്ച് കഫക്കെട്ടും തുമ്മലും ജലദോഷവും മൂക്കടപ്പൊക്കെ ഉള്ളവരുണ്ട്. അവർക്ക് ചെയ്യാവുന്ന ഒരു പണി എന്താ അറിയോ? ഈ തുളസിയില അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നിഴലിലിട്ട് അങ്ങോട്ട് ഉണക്കുക. നിഴലിൽ ഉണക്കണം. നല്ല കനത്ത വെയിൽ ശക്തിയായിട്ട് ഒറ്റ ഉണക്കന്നെ അങ്ങോട്ട് ഉണക്കരുത്. അപ്പോൾ അതിലുള്ള ആൽക്കലോയിഡ്സ് അതൊക്കെ നഷ്ടമായി പോകും, വേപ്പറൈസ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ചെറുങ്ങനെ തണലിലിട്ടിട്ട് ഒരാഴ്ച കൊണ്ട് കുറേശ്ശെ ഉണക്കുക. അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് അങ്ങോട്ട് പൊടിക്കുക. എന്നാലും വീണ്ടും ഒന്നും കൂടെ അരിച്ചെടുക്കണം. 1-2 പ്രാവശ്യം ശീലപ്പൊടി എടുക്കുക എന്ന് പറയും. നൈസായിട്ട് അരിച്ചെടുത്തിട്ട് അതുണ്ടല്ലോ ഓരോന്നുള്ള ദിവസേന രാവിലെയും വൈകിട്ടും മൂക്കിലങ്ങോട്ട് വലിക്കുക. അപ്പോൾ ഈ ശിരസിനെ ആശ്രയിച്ചുണ്ടാകുന്ന കഫക്കെട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശമിക്കുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ ശിരസിനെ ആശ്രയിച്ചുണ്ടാകുന്ന കഫക്കെട്ടിന് ഇങ്ങനെ
പീനസം എന്നാണ് വിളിക്കുക. അതിന് നാസികാ ചൂർണം തയ്യാറാക്കുന്ന വിധാണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? തുളസിയില നിഴലിലുണക്കി അരിച്ചെടുത്തത് ഒരു 1-2 വട്ടം ശീലപ്പൊടി ആയിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നൈസായിട്ട് അരിച്ചെടുക്കണം. അത് ഈ ചൂർണ്ണ നസ്യം എന്നുകൊണ്ട് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് എന്തൊക്കെ മാറാനുണ്ടാവുമെന്നൊന്നും വിചാരിച്ച് പേടിക്കണ്ട. ചൂർണ്ണനസ്യം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അതൊരു 2 നുള്ളു മതി അതിൻ്റെ ഡോസ്. ഒരു നുള്ളെടുക്കുക, മൂക്കിൽ വലിക്കുക, വീണ്ടും ഒരു നുള്ളു മറ്റേ മൂക്കിൽ വലിക്കുക. രാവിലത്തെ സമയം വലിക്കുക എന്നല്ല, എന്താ വെച്ചാൽ രാവിലെ ആയിരിക്കും ഈ കൂടുതൽ കഫക്കെട്ടൊക്കെ. അപ്പോൾ അത് ഈ അടഞ്ഞ മൂക്കൊക്കെ തുറക്കുന്നതിനും ഒക്കെ സഹായിക്കും. മനസ്സിലായോ? പനി കണ്ടു കഴിഞ്ഞാൽ സംശയിക്കേണ്ട, തുളസിയില ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. പിന്നെ നമുക്ക് ഈ കുരുക്കളൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലും കീടദംശനം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പച്ചമഞ്ഞളും തഴുതായ്മലയും തുളസിയിലയും കൂടി അരച്ച് പുരട്ടിയിടാം. ഇനി പച്ചമഞ്ഞളും കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തഴുതായ്മലയും കിട്ടിയില്ലെങ്കിൽ ഒരു വില്ലുവാദികളെയും കൂടി കൂട്ടി അങ്ങോട്ട് അരയ്ക്കുക. അത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടേ അതിങ്ങനെ തോരെ പുരട്ടുക. ഈ കീടദംശം എന്ന് പറഞ്ഞാൽ ഈ പ്രാണികളൊക്കെ കടിച്ച് അല്ലെങ്കിൽ പഴുതാര കുത്തിയൊക്കെ വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് കൂടെ പുരട്ടി കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നതിന് സഹായിക്കും. പിന്നെ ഇത് രാവിലെ വെറും വയറ്റിൽ നിത്യേന ശീലിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ വിരശല്യം ഇല്ലാതാവും. വിര കൂടിക്കഴിഞ്ഞിട്ട് കഫക്കെട്ടുണ്ടായിട്ട് വയറ്റിനെ ആശ്രയിച്ച് കഫം വർദ്ധിച്ച് ആമുണ്ടായിട്ട് ഒരുപാട് അസുഖങ്ങൾ, കഫക്കെട്ടും ഛർദിയും ദഹനക്കേടും ചൊറിയും ചിരങ്ങും ഒക്കെ വരുന്നുണ്ട് കുട്ടികൾക്ക്. അതൊക്കെ തടയുന്നതിന് സഹായിക്കും. ഇത് ദിവസേന ഓരോ ടീസ്പൂൺ നീര്, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. വലിയ കുട്ടികളോ മുതിർന്നവരൊക്കെ ആണെങ്കിൽ ഓരോ ടീസ്പൂൺ നീരെടുക്കാം. അതിലേക്ക് വേണമെങ്കിൽ ഒരു 3-4 തുള്ളി ചെറുതേനും കൂടെ ചാലിച്ചാൽ കഴിക്കാനും സുഖമായി. മനസ്സിലായോ? ചെറുതേൻ ചേർത്ത് കഴിയുമ്പോഴേ അത് ഉള്ളിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വലിച്ച് അബ്സോർബ് ചെയ്യും, നമുക്ക് കഴിക്കാനും സൗകര്യം. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ തുളസിയിലേക്ക് ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഇനി ഏറ്റവും സസ്പെൻസ് ഒരു ബോണസ് പോയിന്റ് പറയാം. അതായതുണ്ടല്ലോ, ഇങ്ങനെ തലയിൽ നിറയെ പേനുള്ളവരുണ്ട്. അവരെന്താ ചെയ്യേണ്ടത് അറിയോ? ഇതൊരു കുറച്ച് ഇല പറിച്ചിട്ട് നമ്മൾ കിടക്കാൻ നേരത്തെ നമ്മുടെ ആ തലവണ ആ ഭാഗത്തൊക്കെ ഒന്ന് വെതറുക. രാവിലെ അത് പറക്കി കളയാനൊക്കെ ഇച്ചിരി പണിയാണ്, പക്ഷെ ഈ പേനൊക്കെ ഇറങ്ങിപ്പോകും. എന്താ വെച്ചാൽ ഇതിന് ഈ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പേൻ അവിടെ നിൽക്കില്ല ഈ തുളസിയിലയുടെ മണം അടിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായോ? പിന്നെ ശിരസിനെ ആശ്രയിച്ച് കഫക്കെട്ടുണ്ടാകുന്ന അവസ്ഥയിൽ തുളസി സുരസാദി വെളിച്ചെണ്ണ അതൊക്കെ ഇതുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഈ തുളസിയിലയുടെ നീരെടുത്തിട്ടാണ് തുളസി സുരസാദി വെളിച്ചെണ്ണയൊക്കെ ശിരസിനെ ആശ്രയിച്ചുണ്ടാകുന്ന ഈ കഫക്കെട്ട് സംബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങളിൽ ശിരസിലിടാനായിട്ടുള്ള വെളിച്ചെണ്ണ കാച്ചാനായിട്ട് എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ ഒട്ടനവധി ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് തുളസിയില വേണം. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതിൽ മോഡേൺ ആസ്പെക്ട് അനുസരിച്ച് ഇങ്ങനെ വൈറ്റമിൻ സിയും സിങ്കിൻ്റെ ഒക്കെ ഘടകം കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ ഇൻഫെക്ഷൻ ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നുണ്ട്. കിഡ്നി സ്റ്റോണും യൂറിക് ആസിഡും വരെ ഇല്ലാതാക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 1-2 തവണ ആവർത്തിച്ച് കാണുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇൻഫർമേഷൻ എത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പോയാൽ നാളെ 3 മണിക്ക് വീണ്ടും വരാം മറ്റൊരു വിഷയമായിട്ട്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.